പ്ലെന്റി ആപ്പ് തുടങ്ങിയ സമയത്ത് ആളുകളിലേക്കൊക്കെ ഇത് എത്തുന്നതേ ഉണ്ടാവും. ഈ ഒരു ആശയത്തെ പറ്റി ആളുകൾക്കൊന്നും അറിവുണ്ടാവില്ല. അപ്പൊ ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരു പബ്ലിസിറ്റി കൊടുത്തത്? ഒരു ആളുകളിലേക്ക് ഇത് എത്തിച്ചത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തുടക്കം ആക്ച്വലി കോമഡി ആയിരുന്നു. കാരണം ഞങ്ങളുടെ കയ്യിൽ കടകൾ വന്നു, കുറച്ച് കടകൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കുറച്ച് കടകൾ വന്നു. അവര് ഫുഡ് ഇടാനും തുടങ്ങി ഓൺ എ ഡെയിലി ബേസിസ്. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഇല്ലായിരുന്നു. അപ്പൊ തുടക്കത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെയാണ് ഞങ്ങൾ ആക്ച്വലി സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ ഓരോ ദിവസം അവരെ വിളിച്ചു പറയും, എടാ ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് ഓർഡർ ചെയ്യോ, ഞങ്ങൾ പൈസ അയച്ചു തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് പോയി പിക്കപ്പ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു തന്നെ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒരു 2 to 3 weeks ഞങ്ങൾ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരുടെ അടുത്തും പറയാ, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. മാക്സിമം അപ്പൊ ഫ്രണ്ട്സ് ക്ലോസ് സർക്കിളിലായിരുന്നു ആക്ച്വലി. അവരാണ് കൂടുതലും സ്റ്റാർട്ടിങ് സമയത്ത് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇത് കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ചെയ്താലേ ആളുകളിലേക്ക് എത്തത്തുള്ളൂ എന്നുള്ളത്. അപ്പോ അതിനുശേഷം ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനോട് റീച്ച് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ ആക്ച്വലി റീച്ച് ഔട്ട് ചെയ്തു. പുള്ളി ഒരു ചെറിയ വീഡിയോ ആക്ച്വലി പബ്ലിഷ് ചെയ്തായിരുന്നു. അതിന്ന് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.2 മില്യൺ വ്യൂസ് കിട്ടി. ആ ഒരു വീഡിയോന്ന് മാത്രം ഞങ്ങൾക്ക് ഒരു 30,000-40,000 പേര് ആക്ച്വലി ആപ്പ് ഡൗൺലോഡ് ചെയ്തു. പിന്നെ നേരെ തിരിച്ചായി പ്രശ്നം. ആക്ച്വലി ആൾക്കാർ കൂടി, പിന്നെ കൊടുക്കാൻ സാധനമില്ല, കടകൾ കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടുതൽ കടകൾ ഓൺബോർഡ് ചെയ്യുന്ന നെറ്റ്വർക്കത്തിലായിരുന്നു. അപ്പൊ ഈ സൈക്കിൾ തന്നെ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് ഡിമാൻഡ് കൂടും, ഒരു സൈഡിൽ നിന്ന് സപ്ലൈ കൂടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു പ്രോപ്പർ ബാലൻസ് കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് നല്ല രീതിയിലാണ് എല്ലാവരും ഞങ്ങളിപ്പോ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. ഈ എക്സ്ട്രാ ഫുഡ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വേസ്റ്റ് വേസ്റ്റ് ഫുഡാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കഴിച്ച മിച്ചം വെച്ച ഭക്ഷണമാണ് എന്നൊരു കമ്മ്യൂണിക്കേഷൻ പോകുന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, ഞങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, ആളുകളും അതേ സെൻസിൽ തന്നെ എടുത്തു എന്നുള്ളതാണ് ആ ഒരു ആപ്പ് ഇത്രയും ആളുകളിലേക്ക് എത്താനുള്ള ഒരു മേജർ കാരണം. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പോൾ കട കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്, ഹോട്ടൽ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞില്ലേ? ഈ ഹോട്ടലുകൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡം അതെന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ക്വാളിറ്റി അഷുറൻസ് ആണ് നമ്മുടെ ഒരു വൺ ഓഫ് ദി മെയിൻ ക്രൈറ്റീരിയ. ഈ ഫസ്റ്റ് ഓൺ ബോർഡ് ചെയ്യുന്നതിന് നമ്മൾ അവരെ FSSAI ഹിസ്റ്ററി, അവരെ മുമ്പ് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, അവരെ ഗൂഗിൾ റിവ്യൂസ്, അവരെ ഗൂഗിൾ റേറ്റിംഗ്സ്, കസ്റ്റമേഴ്സിന്റെ പെർസെപ്ഷൻ, അവരുടെ ഹെൽത്തും ഹൈജീനും, ഇതെല്ലാം നോക്കിയിട്ട് നമ്മളൊരു സ്കോർ ചെയ്യും. പിന്നെ ഈവൻ ആക്സസിബിലിറ്റി, ആൾക്കാർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമോ, ഇതെല്ലാം നോക്കിയിട്ട് നമ്മളൊരു സ്കോർ കൊടുക്കും. ഈ സ്കോർ മീറ്റ് ചെയ്താലേ അവർക്ക് നമ്മൾ അവരെ ഷോർട്ട് ലിസ്റ്റ് പോലും ചെയ്യത്തുള്ളൂ, എന്നിട്ട് നമ്മൾ അവരെ പോയി കാണത്തുള്ളൂ. അപ്പോൾ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സും വെൻഡേഴ്സിനും മാത്രമേ, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ തുടങ്ങി വരുന്നതും അവർ നമ്മളെ ക്വാളിറ്റി അഷുറൻസ് ഹിസ്റ്ററി നോക്കിയിട്ട് നമ്മൾ ആൾക്കാർ ഓണേഴ്സിനോട് സംസാരിച്ച് നമ്മൾ എടുക്കാറുണ്ട് സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ. ഇനിയിപ്പോ അല്ല, മറ്റേ പക്ഷം നമ്മളെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പോയില്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ വാണിംഗ് കൊടുത്ത് മൂന്നാമത്തെ വട്ടം നമ്മൾ എവിക്ട് ചെയ്യാം. അങ്ങനെ ഓൾറെഡി ഹോട്ടലുകളൊക്കെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്യാറുണ്ടോ? ഇപ്പോ പിന്നെ ഇപ്പൊ ഈ മാർക്കറ്റിംഗ് വന്ന് നമുക്കിപ്പോ കൂടുതൽ യൂസേഴ്സ്, ആൾക്കാർ കൂടുതൽ എത്തി തുടങ്ങി. ഇപ്പൊ മാത്യൂസ് ഇപ്പൊ സ്വന്തമായിട്ട് റീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെയൊക്കെ നമുക്ക് ഒരുപാട് വെൻഡേഴ്സ് ഇപ്പൊ പല സ്റ്റേറ്റിൽ നിന്ന്, ബാംഗ്ലൂർ, മുംബൈ, അങ്ങനെ പലരും നമ്മൾ ഓൺബോർഡ് ചെയ്യാറുണ്ട്, സെൽഫ് ഓൺബോർഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ആ മാർക്കറ്റിൽ എത്താത്തതുകൊണ്ട് നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്യാറില്ല. പക്ഷെ പലയിടത്തുനിന്നും, ഇന്ത്യയിലെ പലയിടത്തുനിന്നും നമുക്കിപ്പോ വെൻഡേഴ്സ് ഓൺബോർഡ് ചെയ്യാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ഫുഡ് എടുക്കാനാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ വാങ്ങുന്ന ആൾ നേരിട്ട് പോയി എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് ഹോം ഡെലിവറിയിലേക്ക് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടോ ഇപ്പോൾ? ഒരിക്കലും ഇല്ല. ആക്ച്വലി ഞങ്ങൾ ഇതുവരെ തൽക്കാലം ഞങ്ങളുടെ പ്ലാൻസ് ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ കാർബൺ എമിഷൻസ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാർബൺ എമിഷൻസ് കുറച്ചിട്ട് അതേസമയം നമ്മൾ പെട്രോൾ വണ്ടികളിൽ ഇത് കൊണ്ട് ഡെലിവറി ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെയും ഞങ്ങൾ ഡയറക്ട്ലി കാർബൺ എമിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായി മാറും. അപ്പൊ അത് ഞങ്ങളുടെ മിഷന് എതിരാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു 100 റുപ്പീസിന്റെ സാധനം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത് നമുക്ക് ഏകദേശം ഒരു 33-34 രൂപ, ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. 39 രൂപയിലാണ് കിട്ടുന്നത്. അപ്പോ ഇതിന്റെ മുകളിൽ ഒരു 40 രൂപയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ 1/3 പ്രൈസ് എന്ന് പറഞ്ഞ ആ ഒരു ഹോൾ വാല്യൂ പ്രൊപ്പോസിഷൻ തന്നെ ഡൈല്യൂട്ട് ആവും. പിന്നെ ഞങ്ങൾ എല്ലാവരും എടുത്ത ഒരു തീരുമാനം കൂടെ ഉണ്ട്. ആസ് എ ബ്രാൻഡ് ഞങ്ങൾക്ക് ആൾക്കാരെ മടിപിടിച്ച് ഇരുത്തണമെന്നില്ല. അതായത് ഇപ്പോ ഞങ്ങൾ കാരണം ആളുകൾ ഒരു 500 മീറ്റർ നടക്കാനോ
അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോയി ആളുകളുമായിട്ട് സംസാരിക്കാനോ സോഷ്യൽ ആവുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം ഇപ്പൊ എല്ലാം നമുക്ക് വിരൽത്തുമ്പിലാണ്. എല്ലാം 10 മിനിറ്റിൽ കിട്ടും. ആളുകൾ മടി പിടിച്ച് വീട്ടിൽ ഇരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. അപ്പോ ഇത്രയും ചെറിയ പൈസയ്ക്ക് ഒരു ഫുഡ് കിട്ടുമ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ ഒരു ഇൻസെന്റീവും കൂടെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ പ്ലെന്റി ആപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണോ, അതോ രാത്രികളിൽ മാത്രം ഹോട്ടലുകളൊക്കെ അടയ്ക്കാനാകുന്ന ഒരു സമയത്ത് മാത്രം അവൈലബിൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണോ? നമുക്ക് എപ്പോഴാണെങ്കിലും വെൻഡേഴ്സിന് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. അതിപ്പോ ബേക്കറി സാധനങ്ങളാണെങ്കിൽ നിയർ ടു എക്സ്പയറി, ഇപ്പൊ 1-2 ഒരാഴ്ചയും കൂടി ഉള്ളൂ എങ്കിൽ അവർക്ക് 1-2 ദിവസത്തേക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ആ ദിവസം മുഴുവൻ ലിസ്റ്റ് ചെയ്തേക്കുന്ന വിൻഡോ മുഴുവൻ അത് നമ്മൾ ലൈവായിട്ട് കിടക്കും. ഇപ്പൊ അതല്ല, മീൽ ഐറ്റംസ്, ബിരിയാണി അല്ലെങ്കിൽ നമുക്ക് മീൽ ഐറ്റംസ് ആണെങ്കിൽ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ച തീരാറാകുമ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ 1 or 2 hours ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇടും. അപ്പം ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് യൂസേഴ്സ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 1 to 2 hours കൂടെ ഇരിക്കും അതിന്റെ ബെസ്റ്റ് ബിഫോർ ടൈം. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സിന് ഇത് എടുത്താലും പിന്നെ ഉണ്ട് ഒരു 2 to 3 hours കൊണ്ടുപോയി കഴിക്കാൻ ആ ഒരു ബഫർ വിൻഡോ ഇട്ടിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും മാം ചോദിച്ച ചോദ്യത്തിന് എപ്പോഴും കാണാം. അത് ഡിപ്പെൻസ്, അവരെ അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് ലിസ്റ്റ് ചെയ്യാം. ഈ പ്ലെന്റി ആപ്പ് ഇപ്പോൾ എല്ലാവരിലേക്ക് എത്തുന്നതേ ഉള്ളൂ. കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ കഴിഞ്ഞ് മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ അത് എല്ലാവർക്കും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടാവും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. തീർച്ചയായും നമ്മുടെ കയ്യിൽ ഒന്നും ചെയ്യണ്ട. നമ്മളെ കയ്യിൽ ആപ്പിൽ വളരെ സിമ്പിൾ ആണ്. ആപ്പിൽ കയറുക, നമ്മുടെ കറന്റ് ലൊക്കേഷൻ അടിക്കുക. കറന്റ് ലൊക്കേഷൻ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കടകൾ. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എന്റെ അടുത്തുള്ള ഒരു ബിരിയാണി കട തന്നെ എടുക്കാം. ഇവിടെ ഒരു മാജിക് ഓവൻ എന്ന് പറഞ്ഞ കടവന്ത്രയുള്ള നമ്മുടെ അടുത്തൊരു കട തന്നെ ഉണ്ട്. അപ്പോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്താണ് ഐറ്റം അവൈലബിൾ ആണെന്നുള്ളത് നോക്കുക. അപ്പൊ പൊതുവെ അവർ ഇടുന്നത് പൊറോട്ട, ചിക്കൻ കോംബോസ് അല്ലെങ്കിൽ ബിരിയാണി ഒക്കെയാണ് രാത്രി ഇടുന്നത്. അപ്പോ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഐറ്റം സെലക്ട് ചെയ്യുക. അതിൽ തന്നെ അവർ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾ 10-ന്റെയും 10:30-യുടെ ഇടയ്ക്ക് വന്ന് എടുക്കണം. അങ്ങനെ അവരുടെ ഇഷ്ടമുള്ള ഒരു ടൈം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് സൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്കുള്ള ഫുഡ് വേണോ, അതോ 2 പേർക്കുള്ളതാണോ, 3 പേർക്കുള്ളതാണോ എന്നുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് റിസർവ് ചെയ്യുക, നമ്മൾ പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തതിനു ശേഷം ഓർഡർ പ്ലേസ് ആവും. ഓർഡർ പ്ലേസ് ആയതിനു ശേഷം ഈ നിശ്ചിത ടൈം വിൻഡോയിൽ നമ്മൾ ഈ കടയിൽ പോയതിനു ശേഷം നമുക്കൊരു ഓർഡർ കോഡ് ഉണ്ടാവും. ഈ ഓർഡർ കോഡ് ജസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് കടക്കാർ നമുക്ക് തരും. അതിനകത്ത് തന്നെ ക്ലിയർ ആയിട്ട് നമ്മുടെ ബ്രാൻഡഡ് സ്റ്റിക്കർ ഉണ്ടാവും. ഇത് എത്ര മണിക്കാണ് പാക്ക് ചെയ്തത്, ഇത് എത്ര മണിക്കുള്ളിൽ കഴിക്കണം, വെജ് ആണോ നോൺ വെജ് ആണോ, അങ്ങനെ വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. പിന്നെ അതിലൊരു QR കോഡ് കൂടെ ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡിന്റെ ഫുൾ ടൈം ലൈനും കാണാൻ പറ്റും. ഇത് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്തത്, എപ്പോഴാണ് പാക്ക് ചെയ്തത്, എത്ര മണിക്കുള്ളിൽ കഴിക്കണം എന്നുള്ള അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.